നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് ഞാൻ വളരെ ലേറ്റ് ആണ് റെക്കോർഡിങ് ചെയ്യാൻ. ഗൈഡൻസ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കാൻ പോകുന്നത് വളരെ ചെറുതായിട്ട് എടുക്കാം. ലോങ് എഡിറ്റിംഗ് ഒന്നും എന്തായാലും നടക്കില്ല. സോ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ സ്ഥാനം നോക്കാം. ഓക്കെ, അവർ ലൈഫിൽ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം, ഇന്നത്തെ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് നോക്കാം. അവർ നിങ്ങൾ എന്തായിട്ടാണ് അവരെ ലൈഫിൽ കാണുന്നത് എന്ന് നോക്കാം. ജസ്റ്റ് കൂടുതലില്ല, ജസ്റ്റ് ചെറുതായിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. ഓക്കെ, 2 phones, Ace of Swords, beautiful. ഓക്കെ, Hierophant, ഓക്കെ, നിങ്ങൾ ശരിക്കും ഇവിടെ കാണുന്നത് ഒരു ഫാമിലി ആയിട്ടാണ്. ആദ്യത്തെ കാര്യം, ഓക്കെ, നിങ്ങളെ ഒരു എന്താ പറയുക, പ്രോപ്പറായിട്ട് ശരിക്കും ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മാരേജ് എന്ന രീതിയിൽ നമ്മൾ അങ്ങനത്തെ റിലേഷൻഷിപ്സ് ആണല്ലോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കാം ചിന്തിക്കുന്നത്. സോറി, ഞാൻ പറയുമ്പോൾ അറിയാതെ ആയി പോവാം. ഹസ്ബൻഡ് ഓർ വൈഫ്, ഓക്കെ, അങ്ങനെ എടുക്കാം. സോ യെസ്, അവർ നിങ്ങളെ ശരിക്കും ആ ഒരു മാരേജും കണക്ഷനും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, ഇവിടെ പ്രോപ്പറായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് 2-3 കാർഡ് മാരേജിൻ്റെ വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് നിങ്ങളെ കാണുന്നത്, ഓക്കെ, ശരിക്കും അവരൊരു മാരേജ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി, നിങ്ങളൊരു ഫാമിലി പോലെയാണ്. എൻ്റെ കൂടെ, നമ്മൾ പറയില്ല, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട്, എൻ്റെ കൂടെ ലൈഫ് ലോങ് പാർട്ട്ണറായിട്ട് എല്ലാം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്ന ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ശരിക്കും പറയില്ല, നമ്മൾ പ്രോപ്പറായിട്ട് എംപറർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആളെ ടേക്ക് കെയർ ചെയ്യുക, ഒരു റിലേഷൻഷിപ്പിനെ, ഒരു ബന്ധം, ശരിക്കും ഒരു വീട്ടിലെ ഒരു അച്ഛൻ മുത്തശ്ശൻ ആ രീതിക്ക് ചിന്തിച്ചു നോക്കും. അവരുടെയൊക്കെ എന്തായിരിക്കും ചിന്താഗതി, അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു എംപററിനെ പോലെ ശരിക്കും അവരൊരു ജെൻസ് മാത്രമല്ല, ഈവൻ ലേഡീസ് ആയാലും അവരൊരു ഫാമിലി എങ്ങനെ നടത്തണം, എങ്ങനെ ഫാമിലി ആയിട്ട് കൊണ്ടുപോകണം, എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ബട്ട് ലേശം നമ്മളിവിടെ ആക്ച്വലി എംപറർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കുറച്ച് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യില്ല. ഇവിടെ ഉള്ള പ്രശ്നം അതാണ്. ഈഗോ ലേശം ഉണ്ടാവും, ആൻഡ് കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉള്ളിൽ വെച്ചിരിക്കും, പുറത്ത് കാണിക്കില്ല. എല്ലാം സ്നേഹമൊക്കെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് കെയർ ചെയ്യുന്നതും എല്ലാം കൂടെ വേണം, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ചെയ്തു തരും, എല്ലാം ഉണ്ടാവും, ബട്ട് കാണിക്കില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും. ആൻഡ് ഇവിടെ ഒരുപാട് ട്രഡീഷൻസ് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. 2 phones ആണ്, ഒരു ലേശം കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ, കൊണ്ടുപോകാൻ പറ്റുമോ എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലാണോ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ, ലൈക്ക് നിങ്ങൾ പരിചയപ്പെട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ സീരിയസ് ആയിട്ട് കുറേ കാലമായുള്ള ബന്ധമാണെങ്കിൽ അതിനെ ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു കമ്മിറ്റ്മെൻറ്റ്, മാരേജ്, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളടുത്ത് വളരെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ് കാണുന്നത്. സോ അവരെല്ലാം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആക്ഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് വോൺസ് ഉണ്ട്, പക്ഷേ ഏസ് ഓഫ് സോർട്സ് ഈ ഒരു ഡെക്കിൽ മാത്രം, ഇതിവിടെ ഐസ് ഉണ്ട്. സോ ഐസിൽ ഇങ്ങനെ കുത്തി നിർത്തിയ പോലെയാണ്. സോ ഇപ്പോൾ ഒരു ആക്ഷൻ ആയിട്ട് ഈ ഡെക്കിൽ മാത്രമാണ് കേട്ടോ, ഇത് ഈ പിക്ചർ വെച്ചിട്ട് മാത്രമാണ്. ഇതിലൊരു ആക്ഷൻ ഇല്ല, ആക്ഷൻ എടുക്കാൻ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പേജ് ഓഫ് വോൺസ് കാണുന്നുണ്ട്. സോ ആക്ഷൻ ഒരല്പം പുറകോട്ടാണ്. ആക്ഷൻ്റെ കാര്യം വരുമ്പോഴാണ് അധികം കാണുന്നില്ല. ഓക്കെ, വേണമെന്നൊക്കെ ഉണ്ട്, ട്രൂത്ത്ഫുൾ ആയിട്ട് ഇതിനു വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം, ഞാൻ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം, എല്ലാം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചൊരു പുറകോട്ടാണ്, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയാണ് കാണിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ശരിക്കും പറഞ്ഞാൽ മെച്യൂർഡാണ്. ബട്ട് ഇവിടെ ഈ 2 കാർഡ്സ് വെച്ച് പറയുമ്പോൾ നമ്മൾ ട്രഡീഷൻസിനെ ഒരുപാട് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ അങ്ങനെ എന്താവും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഒരുപാട് പ്രശ്നങ്ങൾ വരുമോ, ആ രീതിക്കൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന പോലെയാണ്. സോ അതുകൊണ്ടാണ് ഈ ആക്ഷൻസ് ബാക്കിലേക്കായി പോകുന്നത്. മനസ്സിലില്ലാഞ്ഞിട്ടല്ല, മനസ്സിൽ അത്രയും സ്നേഹമായിട്ട് തന്നെയാണ് കാണുന്നത്, ഫാമിലി പോലെ തന്നെയാണ് കാണുന്നത്. നമുക്കൊരു ഫാമിലി ഉണ്ടാവണം, നമുക്ക് ഒന്നിച്ച് വേണം, കുട്ടികൾ, മക്കൾ, നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ടിരിക്കുക എന്ന രീതിക്കൊക്കെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ,
നിങ്ങൾക്ക് തരുന്ന സ്ഥാനം ശരിക്കും അവരൊരു അത്ര ഇമ്പോർട്ടൻറ്റ് സ്ഥാനം തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ലെവലിലാണ് നമ്മൾ വിളിക്കുക. സോ തീർച്ചയായിട്ടും അവർ അത്രയും ആ ഒരു സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, അല്ലാതെ വെറുതെ ഒരു കളിതമാശിതായിട്ടൊന്നുമല്ല. വളരെ മെച്യൂർഡായിട്ട് സീരിയസ് ആയിട്ട് കാണുന്ന നിങ്ങളെ അവരെ കാണുന്നത്. ഐ മീൻ നിങ്ങളെ കാണുന്നില്ല, അവർ ആ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഫീലിങ്സ് ആയിട്ട് ഹാങ്മാൻ, 10 of Wands ആൻഡ് ഓക്കെ 2 of Pentacles. ഓക്കെ, ജഗ്ലിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ 2 of Pentacles ഉണ്ട് ഇവിടെ. സോ അഗൈൻ 2 of Wandsഉം 2 of Pentaclesഉം പറയുമ്പോൾ ഒക്കെ ഒന്ന് ഇവിടെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, ജഗ്ലിംഗ് കാണുന്നുണ്ട്. ഓക്കെ, അവർ പല കാര്യങ്ങളും അവർ റെസ്പോൺസിബിലിറ്റി വേറെ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി, മക്കളുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അങ്ങനെ പലതും സൊസൈറ്റിയുടെ എല്ലാം ഓരോ കാര്യങ്ങൾ ഉണ്ടാവാം. സോ ഈവൻ ജോലിയുടെ പ്രയോറിറ്റീസ് വേറെയും ഉണ്ട് അവർക്ക് എന്നുള്ളതാണ്. തേർഡ് പാർട്ടി എന്ന രീതിക്ക് അതിപ്പോൾ എന്തും ആവാം. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അവർ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. ആക്ഷൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് അവർക്കൊരു ആക്ഷൻ എടുക്കുക, അവർക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ല, കാരണം ഒരുപാട് ബേർഡൻസ് ആണ് അവരുടെ മേലെ ബാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതാണ് അവർ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ആക്ഷൻ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, ലാസ്റ്റ് കാർഡ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള Two of Cups. Wow, awesome. Judgment. Yes. വളരെ 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 നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ഇത് നെഗറ്റീവായിട്ടല്ല ഞാൻ എടുക്കുന്നത്. 7 of Cups നമ്മൾ പറയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് അവർ ലൈഫിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ന്യായമായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇത്രയും കാലം അവർ വേണ്ടി ചെയ്തതെല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും അവരൊരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയില്ലേ, അവർക്ക് പേടിയുണ്ട്, യൂണിവേഴ്സിന് പേടിയുണ്ട്. തരാം അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ട് അവരുടെ ഉള്ളിൽ. ഞാൻ 2 of Cups എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ്. സോ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത്രയും സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, പക്ഷേ ബ്ലോക്കേജസ് ഉണ്ട്. യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയാണ്, കുറച്ച് പേർക്ക് സിറ്റുവേഷൻസ് ആണ്, നോക്കാം. ബട്ട് എനിവേ മനസ്സിൽ എന്തായാലും സ്ഥാനങ്ങൾ തരുന്നുണ്ട്. എക്സ്പ്രസ് യുവർ ലവ്, ഫീലിങ്സ് ഒക്കെ, റീകൺസിലിയേഷൻ എടുത്തിട്ട് പറയാം. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് കാർഡ് ഉണ്ട് ഇവിടെ. നമുക്ക് നേരത്തെ സോൾമേറ്റിൻ്റെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി ലാസ്റ്റ് എടുത്തേക്കാം. റിലീജിയസ്, ഓക്കെ, എനിക്ക് തോന്നിയതാണ്. ഇവിടെ കൾച്ചർ ഡിഫറൻസസ് നിങ്ങൾ തമ്മിൽ, റിലീജിയൻ ഡിഫറൻസ്, കൾച്ചർ ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാം. മീൻസ് അതൊരു തടസ്സമായിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യൂ എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെ പിന്നാലെ ചേസ് ചെയ്ത് പോകാനല്ല, പക്ഷെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴോ അപ്രോച്ച് ചെയ്യുമ്പോഴോ നിങ്ങളും വളരെ സ്നേഹത്തോടെ തന്നെ അവരോട് പെരുമാറുക എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, ആഗ്രഹമുണ്ട്, അവർക്കും ആഗ്രഹമുണ്ട് നിങ്ങളോട് ഇതുപോലെ എല്ലാം തുറന്നു പറഞ്ഞ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് വേണം എന്ന രീതിക്ക്. പക്ഷെ എപ്പോഴും അവർ പറയുന്നുണ്ടാവില്ല, അതാണ് ഒരു പ്രശ്നം ഇവിടെ. റീകൺസിലേഷൻ കാണുന്നില്ല, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ ഓക്കെ, റീകൺസിലേഷൻ ഉണ്ട് ഇവിടെ, റീയൂണിയൻ ഉണ്ട് തീർച്ചയായിട്ടും. ആൻഡ് ഓക്കെ, കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കൺഫർമേഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ആൻഡ് ഇത് ശരിക്കും വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സങ്കല്പിക്കാം. ഓക്കെ, അവർ യെസ് ഡിസ്റ്റൻസ് ഉണ്ടാവും, വേറെ തേർഡ് പാർട്ടി ഉണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അവരെ ഇല്ല, അത് വേറെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ശരി, എനിക്കുള്ളതാണെങ്കിൽ അത് എനിക്ക് വന്നിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ സങ്കല്പിക്കൂ. എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കൂ, ഇല്ല അവരുടെ മനസ്സിൽ സ്ഥാനം എനിക്കാണ്. ഓക്കെ, ഒരു സോൾമേറ്റ് കാർഡ് നമുക്ക് ഇവിടെ ഇതൊക്കെ റീഡിങ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. നിങ്ങൾ സ്വയം പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളൊരു കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ സങ്കല്പിക്കുക, തരാം നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി ഒപ്പമുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്, ഫീലിങ്സ് തുറന്നു പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത്. ഞാൻ ലവ് യുവർ സെൽഫ് ഫസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചേസ് ചെയ്ത് പോരുത്, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ചേസിങ് ചെയ്യരുത്. നിങ്ങൾ അവനവൻ്റെ വാല്യൂ കളഞ്ഞിട്ട് പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഭാഗത്തുനിന്ന് കൂടി എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളും എഫേർട്ട് ഇടുക എന്ന രീതിക്ക്. ഓക്കെ, ഞാൻ കൂടുതൽ ഒരുപാട് നീട്ടുന്നില്ല, സോറി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.